മഴ മാറി നിന്നതിനാൽ ഉത്തരകാശിയിൽ ഇന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമായിരുന്നു. തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. ഇന്ന് രാത്രിയോടെ ബെയിലി പാലം നിർമ്മിച്ച് നാളെ ദുരന്തമുഖത്തേക്ക് റോഡ് മാർഗം എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഏതാനും ദിവസങ്ങളായി പെയ്ത അതിശക്ത മഴയിൽ ഉത്തരകാശിയിൽ നിന്നും ഗംഗോത്രിയിലേക്ക് പോകുന്ന റോഡിൽ 17 ഇടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇത് കാരണം ദുരന്തമുണ്ടായ ധരാലി ഗ്രാമം ഒറ്റപ്പെട്ടു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ തകർന്ന റോഡുകളിൽ താൽക്കാലിക മൺപാതയൊരുക്കി. എന്നാൽ ധരാലി ഗ്രാമത്തെ തൂത്തെറിഞ്ഞ പ്രളയജലം ഖീർഗംഗയിലൂടെ കടന്ന് ഗഗ്നാലിയിലുള്ള പാലം തകർത്തെറിഞ്ഞു. താൽക്കാലികമായി നിർമ്മിച്ച മൺപാതയിലൂടെ പാലം നിർമ്മിക്കുവാനുള്ള സാമഗ്രികൾ എത്തിച്ചു. പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിലാകുമെന്ന് ഉപരിതല ഗതാഗത സഹമന്ത്രി अजय तामता जनम टीवीയോട് വ്യക്തമാക്കി. उत्तरकाशी की जो घटना आपके ध्यान में है, धराली के अंदर जो अचानक से बादल फटने के कारण से हुई और उसके कारण से सारे रोड जगह जगह पर वॉश आउट हुआ। ऋषिकेश से लेकर के उत्तरकाशी तक और उत्तरकाशी से ये सारा हर्षिल होते हुए हमारे जो पॉइंट हमारा धराली का था वो सारा का सारा जगह जगह पर हमारा नुकसान हुआ है। ऐसे ही हमारा लमचीगाड़ और इधर भी हमारा एक पुल वॉश आउट हुआ है। पुल का सामान हमारा जा चुका है। 3 ट्रक अभी तक हम पुल का सामान भी स्पॉट पे भेज चुके हैं। रात तक सारा सामान पुल का पहुंच जाएगा। कल से पुल को जोड़ने का काम होगा और पुल कनेक्ट होकर हर्षिल जो वॉश आउट हुआ है रोड उसको क्लियर करते हुए हम उस पॉइंट धराली तक पहुंच करके उसको क्लियर करेंगे. ഗഗ്നാലിയിലുള്ള പാലം നിർമ്മിക്കുന്നതോടെ മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്കുള്ള സാമഗ്രികളും ആംബുലൻസുകളും കൂടുതൽ രക്ഷാപ്രവർത്തകരും ധരാലിയിലേക്ക് എത്തും. ദുരന്തഭൂമിയിൽ നിന്ന് 61 പേരെ ഇന്ന് എയർലിഫ്റ്റ് ചെയ്തതായി സൈന്യം അറിയിച്ചു. ഗംഗോത്രിയിൽ മലയാളികളടക്കം 300 തീർത്ഥാടകരും 110 കച്ചവടക്കാരും കുടുങ്ങിയിട്ടുണ്ട്. ഇവരെ ഉടൻ ആകാശമാർഗം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാനുള്ള നടപടികൾ പൂർത്തിയായതായി ഉത്തരാഖണ്ഡ് സർക്കാർ വ്യക്തമാക്കി. ജനം, ഉത്തരകാശി.